മാസം 4.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻസ്റ്റഗ്രാമിലൂടെ സമ്പാദിക്കുന്ന രേണു സുധി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇതാ ഇപ്പൊ തന്നെ സ്കിപ്പ് അങ്ങോട്ട് ചെയ്തു. താല്പര്യമുള്ളവർ മാത്രം കാണാതിരുന്നാൽ മതി. കാരണം കണ്ടന്റ് രേണു സുധി ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക്ലൈമറെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 2000 ഇവന്മാർക്കൊന്നും ഒരു പണിയില്ലേ ഞാൻ ആലോചിക്കുന്നത്. 2533 സബ്സ്ക്രൈബേഴ്സായി. ഇൻസ്റ്റഗ്രാമിലെ 180 രൂപയാണ് പെർ മന്ത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 4,55,000 രൂപ. ഈശോയെ, രേണു സുധി ഭാഗ്യവതിയാ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഭാഗ്യവതിയാ. ആ സുധി എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് പൊന്നിയേട്ടാ മേളിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയല്ലേ, നമ്മളെ രാഗല്ലേ. സത്യാവസ്ഥ കൊണ്ട് പറയുന്നതാ, ഇതാ സത്യാവസ്ഥ. താങ്കൾ അങ്ങോട്ട് പോയി ഇവിടെ രേണു സുധി കാശ് സമ്പാദിച്ച് കോടീശ്വരി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രമാണ്. വെറുതെ വീട്ടിൽ ഇരുന്ന് 2-3 ഫോട്ടോ എടുത്ത് ഫോട്ടോ പടം പിടിച്ച് നേരെ ഇട്ടാൽ മതി, മാസം കിട്ടും. ഇതൊക്കെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നവന്മാരോടാണ്. വേറെ ഒരു പണിയില്ലേ ഇതിനൊക്കെ? അറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക. എന്താണെങ്കിലും രേണു സുധിയുടെ കുറച്ച് കലാപരിപാടികൾ, കുറച്ച് കഥകൾ ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ പിടിച്ചോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. പിന്നെ ഈ രേണു സുധി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ മാത്രമല്ല ഈ ചാനലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ രേണു സുധി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. വേറെ ഒരുപാട് വാർത്തകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ സംസാരിക്കാനായിട്ട്. അതും കൂടെയൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് വന്ന് കേൾക്കുക. ഇനി നമുക്കിതാ ഈ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എൻ്റെ വീട്ടുകാർ, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ് ഒക്കെ. നല്ല ബ്ലോഗേഴ്സ്? അതാരാ ഈ നല്ല ബ്ലോഗേഴ്സ്? ചേർത്ത് പിടിച്ചത് ആരൊക്കെയാന്ന് ചോദിക്കുമ്പം കരീഷ്മ, ഏത് മാനേജർ, പിന്നെ വീട്ടുകാർ, അവരെ പറഞ്ഞാൽ മതി. വേറെ ആരും ഇല്ല ഈ ബ്ലോഗേഴ്സിൽ. ആരാ? ആകെ മറ്റേ എന്താ സജീന ബ്ലോഗ്സും പിന്നെന്തോ വേറെ ഏതോ ഒരു ഐറ്റം കൂടെ ഉണ്ട്. 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, ഈ ചേർത്ത് പിടിക്കുന്നതിനകത്ത് നാട്ടുകാരൊന്നും ഇല്ലേ രേണു സുധി? അല്ല, നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എവിടെയൊക്കെയോ തലകുത്തി നിൽപ്പുണ്ടെന്ന്. അവരാരും എന്താ രേണു സുധി ചേർത്ത് പിടിക്കാൻ വരാത്ത ഇപ്പോ? അല്ല, ഈ അടുത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കൊല്ലം സുധിയുടെ മൂത്ത പുത്രൻ തന്നെ വന്ന് രേണുവിനെതിരെ നല്ല പരാമർശങ്ങൾ അങ്ങോട്ട് നടത്തി. അതിൻ്റെ പേരിൽ ആ ചെറുക്കനെ മാക്സിമം കല്ലെറിയാൻ നോക്കി, പക്ഷേ ചീറ്റിപ്പോയി, നടന്നില്ല. കാരണം ഡയറക്റ്റ് രേണുവിന് കല്ലെറിയാൻ പറ്റത്തില്ല, നാറും. നാട്ടുകാർ തിരിച്ച് കല്ലെടുത്ത് എറിയും. മനസ്സിലായോ? ഈ വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ചേച്ചിയുടെ കുറച്ച് അടിമകളുണ്ടല്ലോ, ആരൊക്കെ 1-2 പേര്, അവരെ കൊണ്ടൊന്ന് കല്ലെറിയിപ്പിക്കാൻ നോക്കി, പക്ഷെ അതും ചീറ്റി. നിങ്ങളെല്ലാം കണ്ടതായിരിക്കും അല്ലേ? എന്നിട്ട് ഇപ്പം ചേർത്ത് പിടിക്കുന്നത് ആരൊക്കെയാ? കരീഷ്മ, വീട്ടുകാര്, നല്ല വ്ളോഗേഴ്സ്. രേണു സുധിയെ പൊക്കി തലയിലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്ന ആളുകൾ നല്ല വ്ളോഗേഴ്സ്. ബാക്കി നമ്മളൊക്കെ അയ്യേ മോശം. നിങ്ങൾക്കും അതായിരിക്കുമല്ലോ ഒരു അഭിപ്രായം. നമ്മൾ രേണുവിനെ എടുത്ത് തല വെച്ച് ഡാൻസ് കളിച്ചാൽ നമ്മളൊക്കെ നല്ലത്. പക്ഷെ എനിക്കിപ്പോൾ അത്രയ്ക്ക് നല്ല മനുഷ്യനാവണ്ട കേട്ടോ, അതുകൊണ്ട് എടുത്ത് ഡാൻസ് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി വേറൊരു കഥ നമുക്ക് കേൾക്കാം. സ്വർണം കടത്താനാണ് ആരോപണം. എന്നാ പിന്നെ ഈ ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ എല്ലാം ബുദ്ധിയുള്ളവരല്ലേ? അവർ വെറുതെ എന്നെ കടത്തി വിടുവോ? ഈ പെട്ടി പ്രമാണം എല്ലാം സ്കാൻ ചെയ്തിട്ടില്ലേ കയറ്റി വിടുന്നത്? തീർത്താത്ത പറയട്ടെ. തീർത്താത്തയുടെ മറ്റേ സാധനമാണ് ഈ സ്വർണം കടത്ത്. ഇതൊക്കെ ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞതാണ്. പിന്നെ നമുക്കിങ്ങനെ ഈ റീഷെയർ ഒക്കെ ചെയ്ത് സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വേറെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ. വെയിറ്റ് ചെയ്യുക, വീഡിയോ മൊത്തം കാണാം, എന്നാലേ പ്രധാനപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ ഈ വെറുപ്പിച്ച സാധനങ്ങൾ അങ്ങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ, ഒന്നുകൂടെ ഒന്ന് പോയിന്റ് ചെയ്യാൻ വേണ്ടി. രേണു സുധി ഒരൊറ്റ കാര്യം, ഈ എയർപോർട്ടിലൊക്കെ ഒരുപാട് ചേട്ടന്മാരുണ്ട്, ചെക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ സുഖമായിട്ട്, കേട്ടറിവാണ് കണ്ടറിവല്ലേ, പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. വാർത്തയിലൂടെ പോലും, സിനിമകളിലൂടെ പോലും. ചില സിനിമകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ശരിയാണല്ലോ, അതുകൊണ്ടങ്ങ് അതും കൂടെ എക്സാമ്പിളായിട്ട് വെച്ചതേ ഉള്ളൂ. അതായത്
സ്വർണ്ണക്കടത്തും പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, കുറെ പിടിക്കുന്നുണ്ട്. പക്ഷെ പിടിക്കാതെ പോകുന്നതും ഒരു സൈഡിലുണ്ടേ. പിടികിട്ടിയോ? പിന്നെ രേണു സ്വർണ്ണക്കടത്തിന്റെ പറ്റിയ വലിയ ആളാണെന്നൊന്നും ഞാൻ പറയത്തില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ മിക്ക വീഡിയോയിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഇനാഗുറേഷൻ ഒരു സ്ഥാപനം നിങ്ങളെ കൊണ്ടുപോയി 2, 3, 4 ദിവസം, ഈ 14 ദിവസം അവിടെ എന്തോ ഈ ചെയ്യുന്നേ? അതൊരു സംശയമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ കാണും. നിങ്ങളുടെ മനസ്സിലല്ലേ? ഇല്ല പ്രിയപ്പെട്ടവരെ, താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഒട്ടുമിക്ക ബോധമുള്ള ഏതൊരു മലയാളിയുടെ മനസ്സിൽ ആ ഒരു സംശയം വരും. ചേട്ടാ, ഇവള് മാത്രം എന്താ പോയിട്ട് ഇത്രയും ദിവസം? അത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോകും, അതിന്റെ പ്രൊമോഷൻ കൂടി പോയ 1-2 ദിവസം. ഇത് എന്തോ ഈ 14 ദിവസം അവിടെ റൂമിൽ കിടന്ന് തുള്ളിച്ചാടുന്ന കുറെ വീഡിയോയും നമ്മളെ കാണിക്കും. ഇത് കാണുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും രേണുസുതി ഒന്ന് സംശയിച്ചു പോകും, ഇനി ഇതിന്റെ ഇടയ്ക്കൂടെ വേറെ വല്ല പരിപാടി ഉണ്ടോ എന്ന്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എന്നിട്ട് നാട്ടുകാരെ മറ്റേ ഓരോന്ന് പള്ളു പറയാൻ ഇറങ്ങുക. അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇനി കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് അടുപ്പിച്ച് കാണാമേ. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. രേണു, താഴെ മൊത്തം പൂക്കള്. അടുത്ത ആരെ പൂ തന്നിട്ടില്ലേ? ഇപ്പൊ അടുത്ത ആരെങ്കിലും പൂ തന്നിട്ടില്ല? ഒരാള് വാലന്റൈൻസിലേക്ക് തന്നാന്ന് ഒരു സെലിബ്രേറ്റ് പക്ഷെ ആളുടെ പേര് ഞാൻ പറയത്തില്ല. ആണോ? എല്ലാരും അറിയണ സെലിബ്രിറ്റിയാ? സെലിബ്രിറ്റി എല്ലാവരും ഇഷ്ടം തുറന്നു പറഞ്ഞു തന്നാണോ? ഒരുവിധം ആൾക്കാരൊക്കെ അറിയുന്നതാണ്. ഇഷ്ടം തുറന്നു പറഞ്ഞു തന്നാണോ? ഇഷ്ടം തുറന്നാണോന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോ ഒരു പൂ. വീഡിയോ ഓപ്പൺ ചെയ്തപ്പോ പൂവാ? പറച്ചിലൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആരോ നേരിട്ട് വന്ന് അങ്ങോട്ട് പൂ തന്നെന്ന്. വാട്സപ്പിൽ എങ്ങാണ്ട് വാലന്റൈൻസ് ഡേക്ക് ആരാണ്ടോ മറ്റേ പൂവിന്റെ ചിമ്പൽ അയച്ചു കൊടുത്ത് ഏതോ സെലിബ്രിറ്റി ആണെന്നാ പറയുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച സെലിബ്രിറ്റിയൊക്കെ കേരളത്തിൽ ഉണ്ടാ പ്രിയപ്പെട്ടവരെ? ഉണ്ടാ? പറ നിങ്ങൾ. എനിക്കറിയാൻ പാടില്ല ഇത്രയും ദാരിദ്ര്യം പിടിച്ച സെലിബ്രിറ്റിയൊക്കെ ഏതാണെന്ന്. രേണു ചുതിക്ക് അല്ല, കുഴപ്പമൊന്നുമില്ല. രേണു ചുതിക്കും പൂ കൊടുക്കാം, പൂ കൊടുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ലേ. പക്ഷെ ഏതാണാവോ ആ ദാരിദ്ര്യവാസിയായിട്ടുള്ള സെലിബ്രിറ്റി? പിന്നെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ചെന്ന് മറ്റേ ബൊക്ക അങ്ങനെ അങ്ങോട്ട് കൊടുത്തു. ഫോണിൽ കൂടെ എങ്ങാണ്ട് ആരാണ്ടോ ഇട്ടു. പക്ഷെ അങ്ങനെ ഇട്ടത് പോലും ആരായിരിക്കും? നിങ്ങൾക്ക് ആരായിരുന്നത്? ആരാണെന്നാ തോന്നുന്നത്? ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ബാക്കി നമുക്ക് കേൾക്കാമേ. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. നീണ്ട മുടി, കട്ടത്താടി, നീണ്ട മുടി, തൊപ്പി, കണ്ണാടി. സുരേഷ് ഒരിക്കലും അല്ല. നീണ്ട മുടി, കട്ടത്താടി. ചെരുപ്പ്, പുതിയ ചെരുപ്പല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണോ? എത്ര ഇത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപയാണ്. 35,000 രൂപയുടെ ചെരുപ്പ്. മിനിമം അത്ര. 35,000 രൂപയുടെ ചെരുപ്പോ? രേണുസുതി 35-ന്റെയോ 40-ന്റെയോ 50-ന്റെയോ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, നടക്കട്ടെ. അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ചോദിക്കാൻ നടക്കുന്ന ചില ഓൺലൈൻ വീഡിയോ ഉണ്ട്. അവരോടെ എനിക്ക് ചോദിക്കാനുള്ളൂ ഒരൊറ്റ ചോദ്യം. നാണമില്ലേടെ രേണുചുതിയുടെ ചെരുപ്പിന്റെ? നാളെ അവരുടെ ഇന്നറിന്റെ ഒക്കെ വില ചോദിച്ചു കളയില്ലോടെ ഇവന്മാര്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്ത് വൃത്തി. രേണു, നിങ്ങൾക്ക് ബോധമില്ല. ഇതിനെയൊക്കെയാണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ മറ്റേ വടയുടെ കേസ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തോട്ടെ പറയുന്നില്ല, ഇവര് നെഗറ്റീവ് റീച്ച് അത്രേ ഉള്ളൂ. ഇവർക്ക് അതേ കിട്ടത്തുള്ളൂ. ഇവർക്കല്ലാതെ പോസിറ്റീവായിട്ടൊരു മാങ്ങാണ്ടി കിട്ടത്തില്ല. അത് അവർക്കും അറിയാവുന്നതുകൊണ്ട് അവർ ഈ ചെരുപ്പിന്റെ വിലയും അതിൻ്റെയൊക്കെ ആവശ്യം. ഇത് രേണു ചെയ്യുമ്പോഴാണോ കുഴപ്പമെന്ന് ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരും. ഇത് രേണു ചെയ്യുമ്പോൾ മാത്രമല്ല കുഴപ്പം. അല്ലെങ്കിൽ രേണു അല്ല ഇവിടെ കുഴപ്പം കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പം കാണിക്കുന്നത് ചില എല്ലാ ഓൺലൈൻ മീഡിയക്കാരെയും ഞാൻ പറയത്തില്ല കേട്ടോ. ഡീസൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ചിലവന്മാരുണ്ട് ഇതുപോലത്തുള്ള ചൊറുക്ക് ചോദ്യം കൊണ്ട് ചെല്ലും. ചെരുപ്പിന്റെ വില എത്രയാ, അതിന്റെ വില എത്രയാ, എന്തിനാ? രേണു ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ ഇതൊന്ന് ഉറ്റു നോക്കുന്നതിന്റെ മെയിൻ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വടക്കേസ്, ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എല്ലാവരും ഈ ഉറ്റു നോക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇവരുടെ കയ്യിരിപ്പും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി കേട്ടോ. ഈ സബ്സ്ക്രിപ്ഷന്റെ പൈസ അത്രയൊക്കെ ഇടണ്ടേ? ചെരുപ്പ്. ഈ സബ്സ്ക്രിപ്ഷന്റെ പൈസ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു അനാഥാലയത്തിൽ ചെന്ന്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അനാഥാലയത്തിൽ ചെന്ന് അവർക്ക് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർക്ക് ഡൊണേറ്റ് ചെയ്യും. അവർക്കുള്ള അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട്
കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ്. നല്ല കാര്യം കണ്ടാൽ നല്ലതെന്ന് പറയണമല്ലോ. നല്ല കാര്യം പറച്ചിൽ മാത്രമായി പോകരുത്, അത്രയേ പറയാനുള്ളൂ. പറച്ചിൽ മാത്രമായി പോകരുത്. ഇത്രയും പൈസയൊക്കെ കിട്ടുന്ന 4 ലക്ഷം രൂപ ഇൻസ്റ്റയിൽ നിന്ന് തന്നെ കിട്ടും. നല്ല വരുമാനം അത് കൂടാതെ വേറെ പൈസ കാണും. കൊടുക്കാനുള്ള ആസ്തി ഉണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? കൊടുക്കുന്നത് നല്ലതായിരിക്കും രേണുസുതി. കേട്ടാ, നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പം രേണു പൊതുവെ കോസ്റ്റ്ലി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്ന് മുതലാണ് സബ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് കോസ്റ്റ്ലി ആകും. മൊത്തം ഡ്രസ്സാണെങ്കിലും ചപ്പലാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും കോസ്റ്റ്ലി. ഇപ്പം രേണു പൊതുവെ കേൾപ്പിക്കാമേ ബാക്കി. കോസ്റ്റ്ലി ആണ് ഇപ്പം രേണുസുതി കുറച്ച്. നല്ല കാര്യം. അവരുടെ ജീവിതം വളരട്ടെ. കോസ്റ്റ്ലി ആയിക്കോ ചേച്ചി, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ വന്ന വഴി മറന്നു പോകരുത്. ഇടയ്ക്കൊരു ദിവസം വന്ന വഴി മറന്നുപോയി. അന്ന് നിങ്ങളൊരു ഡയലോഗ് അടിച്ചു. നിങ്ങൾക്ക് സുധിച്ചേട്ടൻ ഒന്നും തന്നിട്ടില്ല. സുധിച്ചേട്ടൻ പോയപ്പം മൊത്തം കടമായിരുന്നു. കടം മാത്രം തന്നിട്ടാണ് മനുഷ്യൻ പോയത്. അതുപോലത്തെ വർത്താനങ്ങൾ പറയാതിരിക്കുക. കാരണം ആ മനുഷ്യൻ്റെ പേരൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ കൊള്ളാം. വേറൊന്നും എനിക്ക് പറയാനില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പെൺകുട്ടികളുടെ വൃത്തി കാലിൽ നോക്കി അറിയാന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും പെൺകുട്ടികളുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ ഒരു പേഴ്സന്റെ വൃത്തി അവരുടെ ഫുൾ ബോഡി മീറ്റ് നമ്മുടെ കാല് നോക്കി അറിയാമെന്നാണ്. എന്റെ കാല് അത്രയും നോക്കണ്ട. കാരണം ഇവിടെ ഈ മറ്റേ കാലാവസ്ഥയുടെ ആയതുകൊണ്ട് ഇത് കണ്ടോ ഒരുമാതിരി. എനിക്ക് മതിയായി. എനിക്ക് നീ വേറെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്. വയ്യ, താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇങ്ങനത്തെ പല ആളുകളെയും പല ഓൺലൈൻ മീഡിയക്കാരും ചെന്ന് പല ആളുകളോടും സംസാരിക്കുന്നത് വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കാറുണ്ട്. പക്ഷേ ഇത്രയും അതപ്പതിച്ച ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. രേണുവിൻ്റെ കാല്, രേണുവിൻ്റെ കൈ, രേണുവിൻ്റെ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തിയത്. അതുകൊണ്ട് ഞാൻ നിർത്തുക. എടേ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ചെരുപ്പിൻ്റെ കേസ് വിട്. നേരത്തെ ചെരുപ്പിൻ്റെ കേസ് വിട്ടേക്ക് പോട്ടെ. ഈ എന്താണ് ഡ്രസ്സിൻ്റെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ വില എത്രയാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചില ഓൺലൈൻ മീഡിയക്കാർ. അതുകൊണ്ട് പോട്ടെ, അത് വിട്ടുകളാം. പക്ഷെ ഇതൊക്കെ ഇതിനെയൊക്കെ എന്താ പറയണ്ടേ? ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും പറയണേ. ഇതിനെയൊക്കെ എന്താ പറയണ്ടേ? കാണിക്കാൻ അങ്ങ് ഇരിക്കുവോ? കാല് കണ്ടു കഴിഞ്ഞാൽ മേപ്പോട്ടുള്ള ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഞാനിവിടെ നിർത്തുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ടാണ് കൂടുതലൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.